السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا ومولانا محمد صلى الله عليه وسلم عبده ورسوله، وما توفيق إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടുത്തോടുള്ള മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗം കൂടിയാണ് അവിടുത്തെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നിത്യമാക്കുക എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ ആ സ്വലാത്ത് നമുക്കൊരു സബബാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം നന്മകളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് നിങ്ങളും നോമ്പനുഷ്ഠിക്കൂ എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ എന്ന പ്രയോഗമാണ് അല്ലാഹു തആല അവിടെയെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ, സ്വലാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഞാൻ ചൊല്ലുന്നുണ്ട്, എൻ്റെ സഭയാകുന്ന എൻ്റെ മലക്കുകളും ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണമെന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ ഏത് അമലിനെ കുറിച്ചും വേറെ ഏത് സൽക്കർമ്മങ്ങളെ പരിചയപ്പെടുത്തിയപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ മലക്കുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് അത്രമേൽ പരിഗണിച്ചിരിക്കുന്നത്. കാരണം സ്വലാത്ത് എന്നുള്ളത് അല്ലാഹു തആലക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ളതാണ്. ഇതാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത. അല്ലാഹുവും അവൻ്റെ മലക്കുകളും നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒരു ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വലാത്ത്, അത് നമ്മൾ സ്വലാത്തിൻ്റെ അഹ്ലുകാരായി നമ്മൾ മാറണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് തുടർന്ന് ആദം നബി അലൈഹിസ്സലാമിൻ്റെ വാരിയിൽ നിന്ന് ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ച്
രണ്ടുപേരെയും അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. യാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, ഓ ആദം നബി, അങ്ങും അങ്ങയുടെ പ്രിയപ്പെട്ടവളും സ്വർഗീയ ലോകത്ത് വസിച്ചു കൊള്ളുക എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. ആ കൽപ്പന മുതൽക്കാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കുടുംബബന്ധം, ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്, തുടക്കം കുറിക്കുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഹവ്വ ബീവിയെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യണം, അതിന് മുന്നോടിയായി മഹർ നിങ്ങൾ നൽകണം. എന്താണ് നിങ്ങൾ വിവാഹത്തിന് മഹറായി നൽകുന്നത്? ആദം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ച് എനിക്ക് സ്വർഗവും നരകവും അർശും കുർസും ലൗഹും കലമും തുടങ്ങിയ ആകാശലോകത്തിൻ്റെ ഈ ലോകത്ത് നമ്മളെ കണ്ണുകളെ കൊണ്ട് കാണുന്നതും കാണാത്തതുമായ അത്ഭുത പ്രതിഭാസങ്ങളെ, ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു തന്നു. അതിനിടക്ക് സ്വർഗീയ ലോകത്ത് നിന്റെ അർശ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന വിശുദ്ധമാകുന്ന അർശ് എനിക്ക് അങ്ങ് കാണിച്ചു തന്നപ്പോൾ ഞാൻ ആ അർശിലേക്ക് നോക്കിയപ്പോൾ ആ അർശിൻ്റെ സിംഹാസനത്തിൽ നിന്റെ പേരിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ പരിശുദ്ധമായ പേരിൻ്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു പേരും എഴുതപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, അവന്റെ അർശിന്റെ മുകളിൽ ആ സിംഹാസനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിന്റെ കൂടെ വേറെ ഒരാളുടെ പേരും കൂടെ ചേർത്തി പറയണമെന്നുണ്ടെങ്കിൽ ആ ചേർത്തി പറയുന്ന വ്യക്തിയെ, ആ സൃഷ്ടിയെ അല്ലാഹു അവന്റെ പടപ്പുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാകുമല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ പടപ്പുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാന കാലത്ത് വരാനിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള 10 സ്വലാത്താണ് ഞാൻ ഹവ്വാബിക്ക് മഹറായി നൽകുന്നത് എന്ന് സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കന്മാരും മുർസലീങ്ങളും പ്രവാചകന്മാരും എല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തിനെ കുറിച്ച് ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളും ഒക്കെ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ, അല്ലാഹു നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി ഇൻദൽ മലായിക. ബുഖാരി ഇമാമിന്റെ വിശദീകരണങ്ങളിലും ഇബ്നു കസീറിലൊക്കെ നമുക്ക് കാണാം, സ്വലാത്തുല്ലാഹി സനാഉഹു അലൈഹി ഇൻദൽ മലായികത്തി. അല്ലാഹു തആലയുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സനാ ചെയ്യുക, പുകഴ്ത്തുക എന്നുള്ളതാണ്. തങ്ങളെ മദ്ഹ് ഇങ്ങനെ പറയുക, ഇൻദൽ മലായികത്തി, മലക്കുകളുടെ അടുത്ത്. ഇതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ, സ്വലാത്തിൻ്റെ അഹ്ലുകാരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫബുശ്റാ ലിമൻ സ്വല്ല അലാ ഖൈരി മുർസലീ ബിഫൗസിൻ അളീമിൻ ഫി ദുനാ സുമ്മ ഫിൽ ഹശദീ. ഫബുശ്റാ ലിമൻ സ്വല്ല അലാ ഖൈരി മുർസലീ, അമ്പിയാക്കന്മാർ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനിക്ക് സന്തോഷം. സന്തോഷം എങ്ങനെയാണ് സന്തോഷം? ബിഫൗസിൻ അളീമിൻ ഫിദ്ദുനാ സുമ്മ ഫിൽ ഹശ്രി, ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും അവനിക്ക് വലിയ വിജയം ലഭിക്കും, അവൻ വിജയിക്കും, അവൻ രക്ഷപ്പെടും. അതുകൊണ്ട് അവനിക്ക് സന്തോഷമെന്ന് മഹാനായ കവി പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് നമുക്ക് സന്തോഷമാണ്, സ്വലാത്ത് സാന്ത്വനമാണ്, സ്വലാത്ത് രക്ഷയാണ്, സ്വലാത്ത് സലാമത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സയ്യിദുന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീന പള്ളിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. ചെന്ന് നോക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്. തങ്ങൾ എണീക്കുന്നില്ല, തല ഉയർത്തുന്നില്ല. ഒരുപാട് സമയം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കാത്തു നിന്നു. സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന കാര്യം അന്വേഷിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ ചോദിച്ചു, നബിയെ, ഞാൻ വന്നിട്ട് ഒരുപാട് സമയമായി, അങ്ങ് സുജൂദിൽ തന്നെയാണ്, അങ്ങ് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നത് കാണുവാനേ സാധിക്കുന്നില്ല. ഇത്ര ദൈർഘ്യമേറിയ സുജൂദ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കത് ഖുബിൽത, തങ്ങൾ
തങ്ങളുടെ റൂഹ് സുജൂദിലായിക്കൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഭാവിച്ചു പോയി, ഞാൻ കരുതിപ്പോയി എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അങ്ങയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ടല്ലോ, വല്ലാത്തൊരു എനർജിയും പവറും ഒക്കെ കാണുന്നുണ്ടല്ലോ, ഒരു പുഞ്ചിരിയും തബസ്സുമും. അപ്പോൾ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, എന്നോടൊരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. എന്താ സന്തോഷ വാർത്ത? മൻ സ്വല്ല അലൈക സ്വലാത്തൻ വാഹിദ മിൻ ഉമ്മത്തിക സല്ലല്ലാഹു അലൈഹി ബിഹാശറ, നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത്, ഒരൊറ്റ സ്വലാത്ത് നിങ്ങളെ മേൽ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും എന്ന സന്തോഷ വാർത്ത ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ആരെങ്കിലും നിങ്ങളെ മേലൊരു സലാം ചൊല്ലിയാൽ അവനക്ക് തിരിച്ചും അല്ലാഹു തആല സലാം പറയുമെന്ന സന്തോഷ വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ഒന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് ഞാൻ സന്തോഷിച്ചത്, ഞാൻ ശുക്റിൻ്റെ സുജൂദ് ചെയ്തത് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വേള ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് റസൂലുള്ളാഹിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ആ സമയത്തും ഇതേപോലെ മുത്തുനബി തങ്ങൾ സുജൂദിലാണ്, തല ഉയർത്തുന്നില്ല. ഒരുപാട് സമയം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തു നിന്നു. ഏറെ സമയങ്ങൾക്ക് ശേഷം, ദൈർഘ്യമേറിയ സുജൂദിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, നബിയെ, ഞാൻ വന്നിട്ട് ഒരുപാട് സമയമായി, അങ്ങയുടെ സുജൂദ് ഏറെ ദൈർഘ്യമേറിയതാണ്, എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രമേൽ ദൈർഘ്യമേറിയ സുജൂദ് ചെയ്യാനുള്ള കാരണം? ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ജിബ്രീൽ, എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, എന്നോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു 10 സ്വലാത്ത് നിങ്ങളെ മേൽ ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു തആല 10 നന്മകൾ നൽകുന്നതാണ്, 10 തിന്മകൾ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്, 10 ദറജകളെ അല്ലാഹു തആല അവനിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. യാ അല്ലാഹ്, ആ സന്തോഷ വാർത്ത എനിക്ക് ലഭിച്ചപ്പോഴാണ് ഞാൻ ശുക്റിൻ്റെ ദൈർഘ്യമേറിയ സുജൂദ് ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സ്വലാത്ത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പം അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യമാകണം. ദിവസവും ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചൊല്ലണമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളെങ്ങനെ ചൊല്ലിയാലും, ഏത് രൂപത്തിൽ നടന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ചൊല്ലിയാലും, ആൾക്കാർ കാണാൻ വേണ്ടി റിയാഹിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്തിന് കൂലി കിട്ടുമെന്നാണ്. തട്ടപ്പെടാത്ത, തള്ളപ്പെടാത്ത, മർദൂദാകാത്ത ഒരേ ഒരു അമലുണ്ടെങ്കിൽ അത് അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പടർന്ന് പിടിക്കുന്ന അഗ്നി തീ, ആ തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ എത്ര വേഗത്തിൽ അത് അണഞ്ഞു പോകുമോ, അതുപോലെ സ്വലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ ഇങ്ങനെ മായ്ച്ചു കളയും. ദോഷങ്ങളെയെല്ലാം, തെറ്റുകളെയെല്ലാം, പാപങ്ങളെയെല്ലാം കെടുത്തിക്കളയുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഔലിയായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ അർത്ഥത്തിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മുടെ അകം നന്നായി കിട്ടാൻ, പൈശാചിക കണിവലകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ സ്വലാത്ത് നമ്മൾ പതിവാക്കണം. സ്വലാത്തിൻ്റെ അഹിലുകാരിൽ നമുക്ക് പെടണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ നാവ് സദാസമയവും സ്വലാത്തിനാൽ നനഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഖൽബ് സദാസമയവും സ്വലാത്തിനാൽ, തിരുനബി ഓർമ്മകളാൽ എപ്പോഴും സജീവമായി കൊണ്ടിരിക്കണം. അങ്ങനെ യഥാർത്ഥ മുഹബ്ബീങ്ങളായി, ആശിക്യങ്ങളായി നമുക്ക് മാറാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സറിഞ്ഞ് ധാരാളം സ്വലാത്തുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ്. അടുത്ത ക്ലാസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് കാണാം. വാഖിറു ദഅവാന